പവർ ടീം അധികാരം നിലനിർത്തി. അങ്ങനെ ഋഷി പവർ ടീമിനെ മികച്ച നിലയിൽ വിജയിപ്പിച്ചു എന്ന് തന്നെയാണ് ഇതിലെടുത്ത് പറയേണ്ടത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. പ്രത്യേകിച്ച് ഫായി ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഒരു കാരണവശാലും ഋഷിക്ക് ജയിക്കാനാവില്ല എന്നൊരു തോന്നലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ടാസ്കിൽ വിജയിച്ചത് ഋഷി തന്നെയാണ്. ഡാൻസ് അദ്ദേഹത്തിന് മികച്ച മെയ്വഴക്കം ഉണ്ടാക്കി തീർത്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 11-5 വിജയിക്കുന്നത്. 11 ഗോളുകളാണ് ഋഷി അടിച്ചു കൂട്ടിയത്. ഫായി തകർത്ത് കളഞ്ഞു എന്ന് പറയാം. ആദ്യത്തെ ഗെയിമിൽ ഫായിയാണ് ജയിച്ചത്, അതും ഋഷിയും ഫായിയും കൂടായിരുന്നു. രണ്ടാമത്തെ ഗെയിമിൽ ഏകപക്ഷീയമായി ഫെബിൻ ജയിക്കുന്നു. മൂന്നാമത്തെ ഗെയിമിലും ഏകപക്ഷീയമായി ഋഷി ജയിക്കുന്നു. അങ്ങനെ 2-1 പവർ ടീം ഫായിയുടെ ടീമിനെ തോൽപ്പിച്ച് വീണ്ടും പവർ നിലനിർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം അധികാരം അടുത്ത ആഴ്ചയും ഈ ടീം തന്നെ കൈകാര്യം ചെയ്യും. അത് മറ്റുള്ള മത്സരത്തിൽ പ്രത്യേകിച്ച് ഗബ്രിയെയും ജാസ്മിനെ സംബന്ധിച്ച് ഭയങ്കര തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഫായിയുടെ ടീമിനെ ജയിക്കാൻ കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തിയത് എനിക്ക് തോന്നുന്നു നോറയെ മത്സരിക്കാൻ കയറ്റിയത് തന്നെയാണ്. ഒരുപക്ഷെ നോറയെ മത്സരിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ അഭിഷേക് ശ്രീകുമാറോ വല്ലതും മത്സരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ജയിക്കാൻ അവർക്കും സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അത് മത്സരം ഇപ്പം ആദ്യമത്തെ മത്സരം ജയിപ്പിച്ച് ഫായി മുന്നിലെത്തിച്ചെങ്കിലും രണ്ടാമത്തെ മത്സരത്തോടെ അവരുടെ കയ്യിലെ പിടി വിട്ടു പോവുകയാണ് ചെയ്ത്. ഏതായാലും പവർ ടീം തന്നെ അധികാരം നിലനിർത്തി എന്നുള്ള വാർത്തയാണ് നമുക്ക് നൽകുവാൻ കഴിയുന്നത്.